നുംകോർ എന്ന വാക്ക് ഇപ്പോൾ മലയാളികൾക്ക് വളരെ സുപരിചിതമാണ്. ഇന്നലെയും ഇന്നുമായി ഓപ്പറേഷൻ നുംകോറിന്റെ ഭാഗമായി സംസ്ഥാനത്ത് വിവിധയിടങ്ങളിലായി കസ്റ്റംസിന്റെ പരിശോധന നടന്നുവരികയാണ്. ഭൂട്ടാനിൽ നിന്ന് അനധികൃതമായി കേരളത്തിലേക്ക് കടത്തിയിട്ടുള്ള ആഡംബര വാഹനങ്ങൾ കണ്ടെത്തുകയാണ് കസ്റ്റംസിന്റെ ലക്ഷ്യം. ഈ തട്ടിപ്പ് അറിഞ്ഞും അറിയാതെയുമാണ് പലരും ഇതിലകപ്പെട്ടിട്ടുള്ളത്. ഭൂട്ടാൻ ആർമിയുടെ വാഹനങ്ങളാണ് ഇതിൽ ഏറെയും. വിദേശത്ത് രജിസ്റ്റർ ചെയ്ത സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ നമ്മുടെ രാജ്യത്തെ നിയമം അനുവദിക്കുന്നില്ല. ഇനി വിദേശ ഇന്ത്യക്കാരുടെ കാര്യത്തിലാണെങ്കിൽ അവർക്ക് വാഹനങ്ങൾ കൊണ്ടുവരണമെങ്കിൽ 160% തീരുവ നൽകി മാത്രമേ വാഹനങ്ങൾ നമ്മുടെ രാജ്യത്തേക്ക് കൊണ്ടുവരാൻ കഴിയൂ. അങ്ങനെയിരിക്കെയാണ് പാർട്സുകളായും കണ്ടെയ്നറുകൾ വഴിയുമൊക്കെ നിരവധി ആഡംബര വാഹനങ്ങൾ രാജ്യത്തേക്ക് കടത്തിയിട്ടുള്ളത്. അത് ഇവിടെ പലരും അതിസമ്പന്നരൊക്കെ ആ വാഹനങ്ങൾ വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വാഹനങ്ങൾ കണ്ടെത്തുകയാണ് കസ്റ്റംസിന്റെ ലക്ഷ്യം. എന്നാൽ അത് അത്ര എളുപ്പമല്ല താനും. നോക്കാം പരിശോധന ഏത് രീതിയിലാണ് നടന്നുവരുന്നത്, എത്രത്തോളം വാഹനങ്ങൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്, ആരുടെയൊക്കെ വാഹനങ്ങളാണ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത് എന്നൊക്കെയാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. നോക്കൂ, 10, 50, 100, 200 വാഹനങ്ങളൊന്നുമല്ല ഭൂട്ടാനിൽ നിന്ന് നമ്മുടെ രാജ്യത്തേക്ക് കടത്തിയിട്ടുള്ളത്. കസ്റ്റംസിന് ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ പ്രകാരം ഭൂട്ടാൻ അതിർത്തി വഴി നമ്മുടെ രാജ്യത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് 1000-ഓളം വാഹനങ്ങളാണ്. അത് സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങളുണ്ട്, അതല്ലാതെയുള്ള ഫസ്റ്റ് വാഹനങ്ങളുമുണ്ട് എന്നൊക്കെയാണ് ലഭ്യമായിട്ടുള്ളത്. 1000-ഓളം വാഹനങ്ങൾ എത്തി. അപ്പോൾ അത് രാജ്യത്ത് വിവിധ സംസ്ഥാനങ്ങളിലായി അത് വിൽപ്പന നടത്തിയിട്ടുണ്ട്. വിവിധയിടങ്ങളിലായി അത് നിരത്തുകളിൽ ഓടുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ 200-ഓളം വാഹനങ്ങൾ നമ്മുടെ കേരളത്തിലെത്തിയിട്ടുണ്ട്. അത് പല ജില്ലകളിലായി അത് വിൽപ്പന നടത്തിയിട്ടുണ്ട്. നമുക്ക് അറിയാവുന്നവരും, അതായത് പ്രധാനപ്പെട്ട താരങ്ങൾ, സിനിമാ താരങ്ങൾ ഉൾപ്പെടെയുള്ളവരാണ് ഈ വാഹനങ്ങൾ വാങ്ങിയിട്ടുള്ളത് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ. അപ്പോൾ ഈ 200-ഓളം വാഹനങ്ങൾക്ക് പുറകെയാണ് ഇപ്പോൾ കസ്റ്റംസ് പോകുന്നത്. അത് കണ്ടെടുക്കണം, അതിന്റെ രേഖകൾ പരിശോധിക്കണം. അനധികൃതമായിട്ടാണോ, വ്യാജരേഖ ചമച്ചുകൊണ്ടാണോ ഈ വാഹനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത്, ഭൂട്ടാനിൽ നിന്ന് കൊണ്ടുവന്ന വാഹനങ്ങളാണോ ഇവയൊക്കെ എന്നൊക്കെയാണ് പരിശോധിച്ചു വരുന്നത്. എന്തായാലും ഇന്നലെയായിരുന്നു വിവിധയിടങ്ങളിൽ, സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിലായി പരിശോധന നടന്നു. അത് കൊച്ചിയിലും മലപ്പുറത്തും കോഴിക്കോടും ഒക്കെയായി താരങ്ങളുടെ വീട്ടിലും അല്ലാതെ ആഡംബര കാറുകൾ വിൽപ്പന നടത്തുന്ന ഷോറൂമുകളിലും ഒക്കെ പരിശോധന നടന്നു. വ്യാപകമായ പരിശോധനയായിരുന്നു. അതിൽ ഇന്നലെ കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത് 36 വാഹനങ്ങളായിരുന്നു. ഇന്നിപ്പോൾ കസ്റ്റംസിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ 2 വാഹനങ്ങൾ കൂടി കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അപ്പോൾ ആകെ 38 വാഹനങ്ങൾ നിലവിൽ കസ്റ്റഡിയിലെടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. അത് വിശദമായി പരിശോധിക്കുന്നു, രേഖകളൊക്കെ പരിശോധിക്കുന്നു, ഉടമസ്ഥരെയൊക്കെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്, മൊഴിയെടുക്കലൊക്കെ പുരോഗമിച്ചു വരികയാണെന്നാണ്. ഇന്നലെ കസ്റ്റംസ് കമ്മീഷണർ ടി ടിജു മാധ്യമങ്ങളെ കണ്ടു പറഞ്ഞിരുന്നു, അവരുടെ റഡാറിലുള്ളത്, അവർ നിരീക്ഷിക്കുന്നത് മുൻനിര താരങ്ങളെ ഉൾപ്പെടെയാണ്. അതിൽ പൃഥ്വിരാജിന്റെ പേര് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, ദുൽഖർ സൽമാന്റെ പേര് പറയുന്നുണ്ടായിരുന്നു, അമിത് ചക്കാലിക്കലിന്റെ പേര് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ 3 താരങ്ങളാണ് നിലവിൽ റഡാറിലുള്ളത് എന്ന് പറയുന്നു. ദുൽഖർ സൽമാന്റെ 2 വാഹനങ്ങൾ കസ്റ്റഡിയിലെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും 2 വാഹനങ്ങൾ കൂടി കസ്റ്റഡിയിലെടുത്തേക്കുമെന്ന് അറിയുന്നു. അമിത് ചക്കാലിക്കലിന്റെ 6ഓളം വാഹനങ്ങളൊക്കെയാണ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. അപ്പോൾ വാഹനങ്ങൾ വാങ്ങിയിട്ടുള്ളത് പകുതി വിലയ്ക്കാണ്. ഭൂട്ടാനിൽ കുറഞ്ഞ വിലയ്ക്ക് ഏതാണ്ട് 1-2 ലക്ഷത്തിനൊക്കെ ഈ ആഡംബര വാഹനങ്ങൾ അവിടെ നിന്ന് ലഭിക്കും. അത് പാർട്സുകളായും അല്ലാതെയും ഒക്കെ, അല്ലെങ്കിൽ വിദേശികൾ അവർ ഓടിച്ചു വരും, നമ്മുടെ രാജ്യത്തേക്ക് ഓടിച്ചു കൊണ്ടുവരും. എന്നിട്ട് ഇവിടെ അവർ ആ വാഹനം ഉപേക്ഷിക്കും, അവർ തിരിച്ചു പോകും. അങ്ങനെ പല മാർഗങ്ങളിലൂടെ നമ്മുടെ രാജ്യത്തേക്ക് കൊണ്ടുവരുന്ന വാഹനങ്ങളാണ്. അവർ അവിടെ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് വാങ്ങും, ഇവിടെ അതിന്റെ 10 ഇരട്ടിയോളം വിലയ്ക്ക് അധികമായി വിൽക്കും. പക്ഷെ നോക്കൂ, ഇത് വാങ്ങുന്നവരെ സംബന്ധിച്ച് 1 കോടിയും 2 കോടിയും ഒക്കെ വില വരുന്ന വാഹനങ്ങളായിരിക്കും. പക്ഷെ അവർക്ക് അതിന്റെ പകുതി വിലയ്ക്ക് ലഭിക്കുകയും ചെയ്യും. നോക്കൂ, അപ്പോൾ രണ്ടുപേരെ സംബന്ധിച്ച് അത് ലാഭകരമായ ഒരു ഡീലാണ് എന്നാണ് പറയേണ്ടത്. അങ്ങനെ പകുതി വിലയ്ക്ക് വാഹനങ്ങൾ വിൽപ്പന നടത്തുന്നു. അപ്പോൾ ഈ രീതിയിലുള്ള ഡീലിംഗ് അത് നിയമവിരുദ്ധമാണ് ഈ വാഹനക്കടത്ത് എന്നാണ് കസ്റ്റംസ് പറയുന്നത്. ഈ വാഹനക്കടത്തിലൂടെ തന്നെ ലഹരി വസ്തുക്കളും അതുപോലെ തന്നെ സ്വർണം ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ അതിർത്തി വഴി നമ്മുടെ രാജ്യത്തേക്ക് എത്തുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ കള്ളപ്പണം വെളുപ്പിക്കൽ നടത്തുന്നു. വലിയ രീതിയിലുള്ള GST വെട്ടിപ്പ് കൂടി ഈ ഇടപാടിലൂടെ നടക്കുന്നുണ്ട് എന്നാണ് കസ്റ്റംസ് വ്യക്തമാക്കുന്നത്. എന്തായാലും ഇതിലിപ്പോൾ കസ്റ്റംസ് മാത്രമല്ല അന്വേഷണം നടത്തുന്നത്, മറ്റ് കേന്ദ്ര ഏജൻസികൾ കൂടി ഇതിലേക്ക് എത്തുകയാണ്. ED അന്വേഷിക്കുന്നുണ്ട്. NIA ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികൾ വരും ദിവസങ്ങളിൽ ഇതിൽ പിടിമുറുക്കുമെന്നതിൽ സംശയമില്ല. നോക്കാം നിലവിൽ കസ്റ്റംസിന്റെ നീക്കങ്ങൾ എങ്ങനെയാണ് എന്നാണ് പരിശോധിക്കുന്നത്. സിജോ വർഗീസ് ആണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. സിജോ, എങ്ങനെയാണ് ഇപ്പോൾ കസ്റ്റംസിന്റെ നീക്കങ്ങൾ? ദിവ്യ, കേവലം ഒരു വാഹനക്കടത്ത് എന്നതിനപ്പുറം രാജ്യസുരക്ഷയെ തന്നെ ബാധിക്കാവുന്ന ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇതിന് പിന്നിൽ ഉണ്ട് എന്നാണ് കസ്റ്റംസ് കണ്ടെത്തിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായും ഈ വാഹനങ്ങൾ കടത്തുന്നത് കണ്ടെയ്നറുകൾ വഴിയാണ്. മറ്റൊന്ന്, ഇത് പാർട്സ് ആയിട്ടായിരിക്കും വാഹനങ്ങൾ കടത്തുന്നത്. മറ്റൊരു മാർഗം
ഈ വിനോദസഞ്ചാരികൾ എന്ന വേഷത്തിൽ ഇവർ ഭൂട്ടാൻ അതിർത്തി കടന്ന് ഇന്ത്യയിലേക്ക് എത്തുകയും വിവിധ സംസ്ഥാനങ്ങളിലേക്ക് വരികയും വാഹനങ്ങൾ അവിടെ എത്തിച്ച ശേഷം പിന്നീട് അത് അവിടെ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ വിൽപ്പന നടത്തി അവിടെ നിന്ന് മടങ്ങുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ വാഹനങ്ങൾ കൈമാറുന്നുണ്ട്. ഇതിൻ്റെ മറവിൽ മയക്കുമരുന്ന്, സ്വർണ്ണക്കടത്ത്, അതുപോലെ തന്നെ കള്ളപ്പണം കടത്തുക തുടങ്ങിയ കാര്യങ്ങൾ കൂടി നടക്കുന്നുണ്ട് എന്നുള്ള സംശയാസ്പദമായ ചില വിവരങ്ങൾ കസ്റ്റംസിന് ലഭിച്ചിരുന്നു. ഇതിന് സാധൂകരിക്കത്തക്ക രീതിയിലുള്ള ചില കേസുകൾ കസ്റ്റംസ് എടുക്കുകയും ചെയ്തിട്ടുണ്ട്. വിവിധ കേന്ദ്ര ഏജൻസികൾ ഇത്തരത്തിൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഏതാണ്ട് 2 വർഷക്കാലം നീണ്ടു നിന്ന നിരീക്ഷണങ്ങൾ, പരിശോധനകൾ, അതിനുശേഷമാണ് ഇത്തരം വിപുലമായിട്ടുള്ള ഒരു പരിശോധനയിലേക്ക് കടന്നിരിക്കുന്നത്. ഇത്തരത്തിൽ ഭൂട്ടാൻ നിന്ന് അടക്കം ഏതാണ്ട് 200ഓളം വാഹനങ്ങളാണ് കേരളത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇതുവരെ ഇന്നലെ വരെ 36 വാഹനങ്ങൾ അതിൽ കണ്ടെടുക്കുകയും ചെയ്തിരുന്നു. ഇന്ന് 2 വാഹനങ്ങൾ കൂടി പുതിയതായി കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ 38 വാഹനങ്ങൾ ഇതുവരെ കണ്ടെടുത്തു എന്ന് നമുക്ക് അനുമാനിക്കേണ്ടി വരും. ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം, ഈ വാഹനങ്ങൾ വാങ്ങിയിരിക്കുന്നത് അധികവും ഈ സിനിമാ താരങ്ങളടക്കം അല്ലെങ്കിൽ സമൂഹത്തിൽ മുഖ്യധാരയിലുള്ള ആളുകൾ തന്നെയാണ്. അവരെ മുൻനിർത്തിയാണ് ഈ കോയമ്പത്തൂർ കേന്ദ്രീകരിച്ചുള്ള ഈ തട്ടിപ്പ് സംഘം അല്ലെങ്കിൽ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഇത് വിൽപ്പന നടത്തുന്നത് എന്നുള്ളതാണ്. കാരണം ഇതിൽ പ്രധാനമായും സിനിമാ താരങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ വീടുകളിൽ കസ്റ്റംസ് പരിശോധന നടത്തിയിരുന്നു. ദുൽഖർ സൽമാൻ, പൃഥ്വിരാജ്, അമിത് ചക്കാലക്കൽ ഉൾപ്പെടെയുള്ള ആളുകളുടെ വീട്ടിൽ പരിശോധന നടത്തിയിരുന്നു. പൃഥ്വിരാജിൻ്റെ വീട്ടിൽ നിന്ന് വാഹനങ്ങളൊന്നും തന്നെ കണ്ടെടുക്കാൻ സാധിച്ചിട്ടില്ല. ദുൽഖർ സൽമാൻ്റെ വീടുകളിൽ നിന്ന് 4 വാഹനങ്ങളാണ് സംശയത്തിൻ്റെ നിലവിൽ കസ്റ്റംസ് കണ്ടെത്തിയിട്ടുള്ളത്. അതിൽ 2 വാഹനങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റുള്ളവയ്ക്കായിട്ടുള്ള അന്വേഷണം നടത്തുകയാണ്. ഇതിൻ്റെ രേഖകളിലടക്കം ചില സംശയങ്ങൾ ഇപ്പോൾ കസ്റ്റംസിനുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം. അമിത് ചക്കാലക്കലിൻ്റെ വീട്ടിൽ നിന്ന് 7 വാഹനങ്ങളാണ് കണ്ടെടുത്തിരിക്കുന്നത്. അതിൽ ഒരു വാഹനം മാത്രമാണ് ഇന്നലെ വാർത്താ സമ്മേളനത്തിനിടെ ആ വാർത്താ സമ്മേളനം ഒരു ഫോൺ കോൾ വന്നതിന് പിന്നാലെ കമ്മീഷണർ പെട്ടെന്ന് അവസാനിപ്പിക്കുകയാണല്ലോ ചെയ്തത്. അതിനെ ചുറ്റിപ്പറ്റിയും ചില സംശയങ്ങൾ, ദുരൂഹതകളൊക്കെ ഉയർന്നു വരുന്നുണ്ടല്ലോ. അത് ഈ പരിശോധനയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ട എന്ന് വെച്ചിട്ടായിരുന്നോ ആ ഒരു അപ്രതീക്ഷിത നീക്കം? ദിവ്യ, കേസ് അന്വേഷണത്തിന്റെ പ്രാഥമിക ഘട്ടത്തിൽ തന്നെയാണ് ഈ വാർത്താ സമ്മേളനം നടത്തിയത്. അതായത് ഈ വാർത്തകൾ, കൂടുതൽ വിവരങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെന്ന് മാധ്യമപ്രവർത്തകരടക്കം അറിയുകയും ചെയ്തിരുന്നു. പല കാര്യങ്ങളിലും നിഗൂഢതയുണ്ട്. അതിൽ വ്യക്തമായ ഒരു സ്ഥിരീകരണം ഉണ്ടാകേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനമായും ഈ ഭൂട്ടാൻ ആർമിയുടേതടക്കമുള്ള വാഹനങ്ങൾ കേരളത്തിലേക്ക് എത്തിച്ചിട്ടുണ്ടോ, അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാകേണ്ടതുണ്ട്. മറ്റൊരു കാര്യം, ഈ സിനിമാ താരങ്ങളടക്കം ഈ വാഹനങ്ങൾ വാങ്ങിയത് അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണോ, ഈ വാഹനം ഉടമകൾക്ക് ഇക്കാര്യത്തിൽ എന്തെങ്കിലും അറിവുകളുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിൽ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അവരുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്. ചിലർ സംശയത്തിൻ്റെ നിഴലിൽ തന്നെയാണ്, അക്കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഒരു ഔദ്യോഗിക സ്ഥിരീകരണം കസ്റ്റംസ് ഉദ്യോഗസ്ഥർ തന്നെ നൽകാം എന്നറിയിച്ചതിനെ തുടർന്നാണ് കസ്റ്റംസ് കമ്മീഷണർ ഈ വാർത്താ സമ്മേളനം വിളിച്ചു ചേർക്കുകയും ചെയ്തത്. ഇതിനിടയിൽ പലതവണ ഫോൺ ബെല്ലടിച്ചു. അദ്ദേഹം ഫോൺ എടുത്തില്ല. പിന്നീടാണ് ഈ ഫോൺ എടുക്കുകയും അതുമായി ബന്ധപ്പെട്ട് സംഭാഷണം നടത്തുകയും ചെയ്തത്. പിന്നീട് അവിടെ നിന്ന് മാറി മറ്റൊരു സ്ഥലത്ത് വെച്ച് ഈ ഫോൺ സംഭാഷണം പൂർത്തിയാക്കി മടങ്ങി വന്ന കസ്റ്റംസ് കമ്മീഷണർ പിന്നീട് ഈ വാർത്താ സമ്മേളനം തുടരാൻ താല്പര്യമില്ല എന്ന് അറിയിക്കുകയും ചെയ്തു. ഇതിന് പിന്നിൽ മറ്റ് ദുരൂഹതയൊന്നും ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കസ്റ്റംസ് അധികൃതർ തന്നെ നൽകുന്ന ഒരു വിശദീകരണം. അതായത് കേസിൻ്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ ഇത്തരം ഗൗരവമായിട്ടുള്ള ചില ആരോപണങ്ങൾ ഉന്നയിക്കുകയും അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പൂർണ്ണമായും മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുകയും അത് കൈമാറുകയും ചെയ്യുന്നത് വലിയ രീതിയിലുള്ള ഒരു ആശയക്കുഴപ്പത്തിന് ഇടവരുത്തും. കേസിൻ്റെ മുമ്പോട്ട് പോക്കിന് അത് തടസ്സമാകും എന്ന് തന്നെ ഒരു വിലയിരുത്തൽ മേൽഘടകങ്ങളിൽ മേലുദ്യോഗസ്ഥർക്കുണ്ടായി. അതാണ് ഈ കസ്റ്റംസ് കമ്മീഷണറൊക്കെ പങ്കുവച്ചത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇത്തരമൊരു വാർത്താ സമ്മേളനം നടത്തുന്നതിന് നമ്മുടെ അറിവ് പ്രകാരം കസ്റ്റംസ് കമ്മീഷണർ സ്വമേധയാ തീരുമാനമെടുക്കാം. മേലുദ്യോഗസ്ഥരെ ഒന്ന് അറിയിക്കുക മാത്രമാണ് ചെയ്യുക. അതാണ് നടപടിക്രമം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ ഇനി പങ്കുവെക്കേണ്ടതില്ല. കൂടുതൽ വിവരങ്ങൾ മാധ്യമങ്ങൾക്കടക്കം നൽകേണ്ടതില്ല. ഇതിൻ്റെ പൂർണ്ണ തലത്തിൽ ഈ പരിശോധന അല്ലെങ്കിൽ ഓപ്പറേഷൻ നുംകോർ എത്തുന്നത് വരെ ഇത് അതിൻ്റെതായ രഹസ്യ സ്വഭാവം സൂക്ഷിച്ചുകൊണ്ട് തന്നെ മുമ്പോട്ടുള്ള നടപടികൾ പോയാൽ മതി എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നിലവിൽ സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും നിലവിലൊരു കാര്യം വ്യക്തമായി അവർ പറയുന്നുണ്ട്, പിഴയടച്ച് പരിഹരിക്കാവുന്ന ഒരു പ്രശ്നമല്ല എന്ന് ഉള്ളത് വ്യക്തമായി തന്നെ കസ്റ്റംസ് കമ്മീഷണർ കഴിഞ്ഞ ദിവസം പറയുകയും ചെയ്തു. സ്വാഭാവികമായി മറ്റു നടപടികളിലേക്ക് കടക്കേണ്ടി വരും. ഈ വാഹന ഉടമകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അറിവുണ്ടോ എന്നുള്ളത് അവർ വിശദമായ മൊഴി രേഖപ്പെടുത്തും. അതിനുശേഷമായിരിക്കും ആവശ്യമെങ്കിൽ കസ്റ്റംസ് നിയമപ്രകാരമുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാം. അപ്പോൾ സിജോ പറഞ്ഞു വെച്ചതുപോലെയാണെങ്കിൽ ഒരു പിഴയടച്ച് അവർക്ക് വാഹനങ്ങൾ വീണ്ടും അവരുടെ കൈവശം തിരികെ കിട്ടില്ല. അവരുടെ പണവും നഷ്ടമാകും, വാഹനവും കയ്യിൽ നിന്ന് പോകും എന്നൊരു സ്ഥിതിയാണുള്ളത്. നിലവിലിപ്പോൾ 3-4 താരങ്ങളെ ചുറ്റിപ്പറ്റിയാണ് ഇതിന്റെ വാർത്തകളും
വിവരങ്ങളും ഒക്കെ പുറത്തു വരുന്നത്. ഇനി കൂടുതൽ പേർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ, ഇവരുടെ അറിവോടുകൂടിയൊക്കെയാണോ തട്ടിപ്പ് നടന്നിട്ടുള്ളത് എന്നതൊക്കെ അറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും വരും ദിവസങ്ങളിലും ഓപ്പറേഷൻ ഉംഖൂറിന്റെ ഭാഗമായുള്ള പരിശോധന തുടരും. ഒപ്പം മറ്റ് കേന്ദ്ര ഏജൻസികൾ കൂടി കേരളത്തിലേക്ക് എത്തും എന്ന് തന്നെയാണ് വിവരങ്ങൾ.